നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇറാനിലെ തെരുവോരങ്ങളിൽ അയത്തുള്ള അലി ഖംനയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി തടിച്ചുകൂടിയ ഇറാനിലെ ജനതയുടെ ദൃശ്യങ്ങളാണ്. ഇതുപോലെ മറ്റൊരു ദൃശ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് 2025 ഡിസംബർ അവസാന വാരത്തിൽ ഇറാനിലെ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ മുദ്രാവാക്യം വിളികളുമായി പ്രക്ഷോഭകാരികളെ രംഗത്തിറങ്ങിയതായിരുന്നു. അന്ന് വലിയ അടിച്ചമർത്തലുകളിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇതെല്ലാം തന്നെ ഇറാനിലെ ഭരണമാറ്റത്തിന് അനുകൂലമായ ഇന്ധനമാക്കി മാറ്റി തീർക്കാമെന്ന് കരുതിയ അമേരിക്കയ്ക്കും ഇസ്രയേലിനും തെറ്റിപ്പോയിട്ടുണ്ട്. അയത്തുള്ള അലി ഖംനയി എന്ന ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് കൊല്ലപ്പെട്ടതോടുകൂടി രക്തസാക്ഷിത്വ പരിവേഷത്തോടുകൂടി ഇറാൻ ജനതയുടെ ഏകീകരണത്തിന് അത് വഴിവെച്ചിരിക്കുന്നു. അവിടെ ഒരു സെന്റിമെന്റ്സ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ആ വൈകാരികതയിൽ ഇറാനിലെ ജനങ്ങൾ മുഴുവൻ ഒന്നാകെ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഇറാന്റെ ഡ്രോൺ തകർത്തിരിക്കുന്നു ബ്രിട്ടൻ എന്ന ഒരു വിവരം ഈ സമയത്ത് വരുന്നുണ്ട്. യുദ്ധമുഖത്ത് നിന്ന് വരുന്ന പുതിയ അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇതിന് തൊട്ടു മുൻപാണ് USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിന് നേരെ ആക്രമണം നടത്തിയെന്ന് ഇറാൻ പറയുകയും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് അമേരിക്ക മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വരുന്ന പുതിയ വിവരം ഇറാനിയൻ ഡ്രോൺ ബ്രിട്ടൻ തകർത്തു എന്നതാണ്. ഖത്തറിൽ വെച്ചാണ് ബ്രിട്ടീഷ് ജെറ്റ് ഇറാനിയൻ ഡ്രോൺ തകർത്തിരിക്കുന്നത്. മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചതോടെ ഖത്തറിൽ ബ്രിട്ടന്റെ റോയൽ എയർഫോഴ്സ് ടൈഫൂൺ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിരുന്നു. മേഖലയിൽ US നയിക്കുന്ന ആക്രമണങ്ങളിൽ UK പങ്കെടുക്കുന്നില്ല എന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയത്. പക്ഷേ അതിന് വിപരീതമായി മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ബ്രിട്ടന്റെ റോയൽ എയർഫോഴ്സ് ടൈഫൂൺ യുദ്ധവിമാനങ്ങൾ ബ്രിട്ടൻ വിന്യസിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇസ്രയേലും സൈനിക ആക്രമണം തുടങ്ങിയതിനു ശേഷം ഖത്തറിൽ നിന്നും സൈപ്രസിൽ നിന്നും ബ്രിട്ടന്റെ റോയൽ എയർഫോഴ്സ് ജെറ്റുകൾ പെട്രോളിംഗ് നടത്തുന്നുണ്ട് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. PP ജെയിംസ്, ഇത് ഇറാനിയൻ ഡ്രോൺ ബ്രിട്ടൻ തകർത്ത വിവരമാണ് നമുക്ക് വരുന്നത്. ഖത്തറിൽ വെച്ചാണ് ഇത് നടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ USഉം ഇസ്രായേലും നയിക്കുന്ന ഈ യുദ്ധത്തിൽ ഞങ്ങൾ ഭാഗമാകാനില്ല ഒരു കാരണവശാലും എന്ന് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ സംഘർഷങ്ങൾക്ക് പുതിയ മാനങ്ങൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ബ്രിട്ടന്റെ റോയൽ എയർഫോഴ്സ് ജെറ്റുകൾ പെട്രോളിംഗ് നടത്തുന്നു എന്ന വിവരം കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. PP ജെയിംസ്. ഗോപി, പലപ്പോഴും യുദ്ധത്തിന്റെ ഗതി അല്ലെങ്കിൽ ഏറ്റുമുട്ടലിന്റെ ഗതി അനുസരിച്ചാണ് പല രാജ്യങ്ങളും നിലപാടെടുക്കുന്നത്. അമേരിക്ക ഇസ്രായേലുമായി ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ പോകുന്നതിന് ബ്രിട്ടൻ മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലെ ഭൂരിപക്ഷം രാജ്യങ്ങളും എതിരായിരുന്നു. ഓസ്ട്രേലിയയും ഇറ്റലിയൊക്കെ പരസ്യമായി അമേരിക്കയും ഇസ്രായേലിനും കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തിറങ്ങുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബ്രിട്ടന്റെ ഇപ്പോഴത്തെ ഒരു നീക്കം വളരെ അത്ഭുതകരമാണ്. കാരണം ബ്രിട്ടൻ ഇതിൽ രംഗത്തിറങ്ങാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രാജ്യമാണ്. പക്ഷേ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങൾക്കിടയിൽ വലിയ ബന്ധങ്ങളുണ്ട്. ആ സമയത്ത് ഖത്തറിലും മറ്റ് അറബ് രാജ്യങ്ങളിലും ഇറാന്റെ ആക്രമണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ബ്രിട്ടന്റെ സഹായം തേടിക്കാണും. പലപ്പോഴും അങ്ങനെയാണല്ലോ, സാഹചര്യങ്ങളാണ് ഈ തരത്തിൽ. നമ്മൾ നേരത്തെ 2ാം ലോക മഹായുദ്ധത്തിൽ പേൾ ഹാർബർ ആക്രമിച്ചപ്പോൾ ആണ് അതുവരെ അമേരിക്ക ന്യൂട്രലടിച്ച് നിൽക്കുകയായിരുന്നു, ഒരു പക്ഷവും ചേർന്നിരുന്നില്ല. ഒരു ഭാഗത്ത് ജർമ്മനി, ജപ്പാൻ അടങ്ങുന്ന ഇതും ഇവിടെ ബ്രിട്ടനും സോവിയറ്റ് യൂണിയനൊക്കെ അടങ്ങുന്ന. പക്ഷെ അതിനിടയിൽ അമേരിക്ക ഇറക്കിയത് അമേരിക്കക്കാരെ ആക്രമിച്ചപ്പോഴാണ്. ഒരുപക്ഷെ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ സൗദിയും UAEയും. അവിടെ ഒരുപാട് ബിസിനസ് താല്പര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ UAEയിലും സൗദിയിലൊക്കെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നേതൃത്വം നൽകുന്നത് ബ്രിട്ടീഷ് കമ്പനികളും ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുമാണ് തുടക്കം മുതലേ. ബ്രിട്ടന് വലിയ ബന്ധം ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കണം ഒരുപക്ഷെ ബ്രിട്ടൻ നിലപാട് മാറ്റി ഈ തരത്തിൽ ഇടപെട്ടിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം വ്യക്തമായി, സമാധാന ചർച്ചയെക്കുറിച്ച് പറയുമ്പോഴും ഈ വലിയ രീതിയിലുള്ള ആക്രമണം അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് തിരിച്ചടിക്കാൻ കഴിയുന്നത് സേനാ താവളങ്ങളിലാണ്. അവിടെ നിന്നൊക്കെ എല്ലാവരും ഒഴിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ വലിയ ഒരു ഇത് ഉണ്ടായിട്ടില്ല. എന്തായാലും USS എബ്രഹാം ലിങ്കൺ അതിനെ ചുറ്റിപ്പറ്റിയാണ് അമേരിക്കയുടെ ആക്രമണങ്ങൾ. ടോമഹോക്ക് മിസൈലുകളൊക്കെ വെച്ചുകൊണ്ട് അവർ ഇറാനിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. PP ജെയിംസ്, എനിക്ക് തോന്നുന്നു ഒരു മീഡിയേറ്ററിന്റെ റോളിൽ ഒമാൻ ഈ സമാധാന ചർച്ചകളിലേക്ക് കടക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ പരസ്പരം വെല്ലുവിളിച്ചും ആക്രമണം തുടർന്നും സംഘർഷ സാഹചര്യങ്ങൾ ഒട്ടും തന്നെ അതിൽ ഇളവ് വരുത്താതെ തന്നെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണെന്ന് പരിശോധിക്കാം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇറാനിൽ ഇപ്പോൾ ആയത്തുള്ള അലി ഖംനയുടെ രക്തസാക്ഷിത്വത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇറാൻ ജനത തെരുവിലിറങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.